വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണം അത്തം കഴിഞ്ഞു അല്ലേ? അത്തം കഴിഞ്ഞു. അത്തം കഴിഞ്ഞിട്ട് എന്താണ് ചിത്തിരയോ? അത്തം കഴിഞ്ഞു. അത്തം കഴിഞ്ഞിട്ട് എന്താണ് ചിത്തിര അല്ലേ? അപ്പോൾ ചിത്തിരയായി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും ഓണവിശേഷങ്ങൾ? എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തായിരുന്നു. ഞങ്ങളിവിടെ കുറച്ചെടുത്തായിരുന്നു. കാരണം കല്യാണം ആയപ്പോഴത്തേക്ക് ഡ്രസ്സ് എടുത്തായിരുന്നല്ലോ, അപ്പോൾ അത് പ്രമാണിച്ചിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഓണം ട്രഡീഷണൽ സ്റ്റൈൽ വന്നിട്ട് ധാവണിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. ധാവണി എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നേ ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്തിരുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. സ്കേർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഉണ്ടെന്ന സമയത്ത് എനിക്ക് വാങ്ങിത്തന്ന ഒരു പട്ടുപാവാട. അതിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതിങ്ങനെ ബാലരാമപുരം കൈത്തറിയില്ലേ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. പ്രത്യേകിച്ച് കളയാനൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കളയാനൊന്നും ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മീഷോയിൽ നിന്ന് ഓണം പ്രമാണിച്ചിട്ട് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് പ്രോഡക്റ്റ് നമ്മുടെ മാല, 2 കമ്മല് അങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനത്തെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ, ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? ബയോ. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇയറിങ്സ് ആണ് കേട്ടോ, ഒരു ജുംക്ക മോഡല്. ഇപ്പം മീഷോയിൽ തന്നെ കൂടുതൽ കണ്ടിട്ടുള്ള ടൈപ്പ് ജിംക്കയാണ്. അതായത് ഈ ഒരു ജിംക്ക കേട്ടോ, കാണാവോ? ഈ ഒരു ഗ്രീൻ ആൻഡ് മെറൂൺ കളർ വരുന്ന ഒരു ജുംക്ക. ഇതിപ്പോൾ നമുക്ക് ട്രഡീഷണൽ സ്റ്റൈലിനൊക്കെ ഉപയോഗിക്കാം. കാരണം ലക്ഷ്മിയുടെ ഒരു പെൻഡൻ്റ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. ലക്ഷ്മിയുടെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. താഴെ കുറച്ച് ഇത് എന്താണ് മണിയോ അതുണ്ട്. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വലിയ ഓവറായിട്ടുള്ള ഗോൾഡ് അങ്ങനെയൊന്നുമല്ല, നല്ല രസമുണ്ട് കാണാനും, നല്ല ഭംഗിയുണ്ട്. എൻ്റെ വള എങ്ങനെയുണ്ട്? കൊള്ളോ? നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നു മാറിയിരുന്നു. അപ്പോൾ നമുക്ക് ഇത് കേട്ടോ, ഇത് വന്നിട്ട് ഒരു 200 സംതിങ് ആണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയപ്പോഴത്തേക്ക്. 200 സംതിങ് ആണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയപ്പോഴത്തേക്ക്. കൊള്ളാം കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ കുറച്ച് നാളായി വാങ്ങിയിട്ട്. എനിക്ക് ചെറിയ ഇടയ്ക്ക് ഇങ്ങനെ തിരുവാതിര വരുമ്പോഴത്തേക്ക് ഞാൻ ഉപയോഗിക്കും കേട്ടോ. അത് ഫസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റ് കാണാം. സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് മാലയാണ് കേട്ടോ. മാല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈൽ, നമ്മുടെ പാലക്ക മാലയില്ലേ, പാലക്ക മാല എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഇന്നാണല്ലേ. അതങ്ങനെ ഔട്ട് ഓഫ് ഫാഷൻ ആവുന്നത് ഞാനങ്ങനെ കണ്ടിട്ടില്ല. എപ്പോഴും എന്ത് ഡ്രസ്സിൻ്റെ കൂടെയും ഇപ്പോൾ എന്ത് കളറായിക്കോട്ടെ അതിൻ്റെ കൂടെ എല്ലാം പോകുന്ന ഒരു ടൈപ്പ് മാലയാണ് കേട്ടോ പാലക്ക മാല. കണ്ടായിരുന്നോ? ഇത് 1 2 3 4 5 6 പിന്നെ ഈ സൈഡിൽ 5 ഈ സൈഡിൽ 5 വന്നിട്ടുള്ള പാലക്ക മാല ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാലക്കമ്മല. കണ്ടായിരുന്നോ? അത് നല്ല ക്വാളിറ്റിയാണ്. മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിൽ നന്നായിട്ടുണ്ട് കേട്ടോ. കണ്ടായിരുന്നോ? ഈ ഒരു ടൈപ്പ് നമുക്ക് ഓണത്തിനൊക്കെ ആപ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. കൊള്ളാം. ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഒരു 350 ആയിരുന്നു കേട്ടോ റേറ്റ് വരുമ്പോഴത്തേക്ക്. പക്ഷേ 350 ആണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ വെച്ച് അങ്ങനെ പോകുന്ന ഒരു ഗോൾഡ് അങ്ങനെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് അല്ല കണ്ടിട്ട്. കണ്ടോ? വെരി ബ്യൂട്ടിഫുൾ അല്ലേ? അതേപോലെ തന്നെ ഞാൻ ഇത് കണ്ടിഷ്ടപ്പെട്ടിട്ട് അടുത്ത് വാങ്ങിയ വേറൊരു ടൈപ്പാണ് കേട്ടോ. കുറച്ചുകൂടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണേ. അതേ സെയിം തന്നെയാണ് എനിക്ക് കൂടിയിട്ടും. ഇത് അയറി പാലയ്ക്ക, അതായത് സിമ്പിളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണേ ഉള്ളൂ. ഈ സൈഡ് 2 ഈ സൈഡ് 2. കണ്ടോ? പക്ഷേ എന്താണെന്ന് വെച്ചാൽ വലിയ റേറ്റ് ഡിഫറൻസ് എനിക്ക് തോന്നിയില്ല. വാങ്ങിയിട്ട് വലിയ ഡിഫറൻസ് തോന്നിയില്ല. ഇടുമ്പോഴത്തേക്ക് ആയിരുന്നാലും കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വെരി ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഞാൻ അതിനൊരു ലെങ്ത് എൻ്റെ ഇതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലെങ്ത് കുറവായതുകൊണ്ട് ഞാനൊരു എക്സ്റ്റൻഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ എക്സ്റ്റൻഷനാണ്, അതിനില്ലായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. കൊള്ളാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം അല്ലേ? അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതും ഒരു ചോക്കർ ടൈപ്പാണ് കേട്ടോ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വാങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാൻ അങ്ങനെ വലുതായിട്ട് സൂക്ഷിച്ചും അങ്ങനെ വെച്ചിട്ടില്ല. പക്ഷേ നല്ലതാണ് കേട്ടോ. ഇതാണ്ടോ? ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. മീഷോയിൽ തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ചോക്കർ ടൈപ്പ് വന്നിട്ട്. അതിൽ തന്നെ ഒരു ഇയറിങ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ 2 ഇയറിങ്സ് ഗോൾഡാണ്. ക്യാമറയിൽ വരുമ്പോഴത്തേക്ക് സിൽവർ ടൈപ്പായിട്ട് എന്തോ കാണിക്കുന്നു തോന്നുന്നു. ഗോൾഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ഞാൻ ഒന്ന് അഴിച്ചിട്ട് കാണിച്ചു തരാവേ.
അത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കുത്ത് എടുത്ത് കാണിക്കുന്ന ഗോൾഡൊന്നുമല്ല, നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഗോൾഡ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനായിരുന്നാലും മോളായിരുന്നാലും ഇതുവരെയും ഒരു സ്റ്റോൺ പോലും ഇതുവരെയ്ക്കും അതിൻ്റെ അടുത്ത് പോയിട്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നന്നായിട്ടുണ്ട്. ഇങ്ങനത്തതൊക്കെ നമ്മൾ വാങ്ങുന്നത് എനിക്ക് തോന്നുന്നു പുറത്തു പോയി വാങ്ങിയാലും വലിയ റേറ്റ് ആവും. പക്ഷെ നമ്മൾ മീഷോ നോക്കിയപ്പോഴത്തേക്ക് വെറുത്താണെന്ന് തോന്നുന്നല്ലേ. പക്ഷെ തപ്പണം കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇയറിങ്സ് ആണ്. നമുക്ക് ഓണത്തിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റൈൽ നമ്മൾ പിടിക്കുന്നതിന് കുഴപ്പം. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റൈലൊന്നുമില്ല. നമ്മൾ സിൽവർ ടൈപ്പ് ആണെങ്കിലും ഇടുമല്ലേ. അപ്പം അതിനൊക്കെ പറ്റിയ ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. അത്യാവശ്യം ഹെവി ആണ് എങ്കിൽ കൂടിയിട്ടും എനിക്ക് ഈ ടൈപ്പ് ഇയറിങ്സേ ചേരത്തുള്ളൂ. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഈ സിമ്പിൾ ഇയറിങ്സ് ഒന്നും എനിക്ക് അങ്ങനെ ചേരത്തില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം ചങ്കി ആയിട്ടുള്ള അത്യാവശ്യം സൈസുള്ള ഇയറിങ്സ് കണ്ടാവും. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷെ വന്നപ്പോഴത്തേക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്കിത് ചേരുമോ എന്നങ്ങ് തോന്നിപ്പോയി. പക്ഷേ ഇട്ടപ്പോഴത്തേക്കുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. പക്ഷേ ഇത് മാത്രം ഒരൊറ്റ പീസ് മതി. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരൊറ്റ പീസ് മതി. നല്ല അങ്ങനെ ക്വാളിറ്റി ആണെങ്കിൽ ഗുഡ്, കൊള്ളാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കണ്ടാലോ. ഇത് കുറച്ച് നാളായി എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉണ്ട് ഈ ഒരു മോഡൽ വന്നിട്ട്. ഈ ഒരു പിക്ചറിൻ്റെ ഇതാരാണിത്, എനിക്ക് മുഗൾ രാജ്യത്ത് ആരാണെന്ന് തോന്നുന്നു. എനിക്ക് ആളെ വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ഇയറിങ്സിൻ്റെ ആ ഒരു എടുപ്പ് നമുക്ക് നമ്മുടെ ഫേസിൽ കൂടെ ഇങ്ങനെ കാണിക്കും കേട്ടോ. ഈ ഒരു ഇത് ആ ഒരു ഒറ്റ ഇയറിങ്സ് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിനായിരുന്നു നമ്മുടെ ഫേസിനായിരുന്നാലും ഒരു ഗ്ലോയോ ഒരു എടുപ്പോ അങ്ങനെ എന്തൊക്കെ തോന്നും കേട്ടോ. വെരി ഗുഡ്. ഞാൻ ഈ കാണിച്ച എല്ലാ ഐറ്റം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഐറ്റമാണ്. അങ്ങനെ പോയിട്ടും ഇല്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി സാധനമാണ്. അടുത്തത് കാണാം അല്ലേ. അടുത്തത് അത് ലാസ്റ്റാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ എന്നല്ല, നമ്മുടെ ഈ ഒരു സമയത്ത് ഇടാൻ പറ്റിയ കമ്മൽ, ഇയറിങ്സ്, മാല അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. വേറെ ഒരുപാട് അതിൻ്റെ ഹോൾ വീഡിയോ വേറെ ചെയ്യാം. നമ്മുടെ ഈ ഓണം ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് ചെയ്യാം കേട്ടോ. ഈ ഒരു ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കിയിട്ടുണ്ട്. അതിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. ഒരു 600 റേറ്റ്. പിന്നെ അവരുടെ ഡിസ്കൗണ്ട് സെയിൽ എന്തെങ്കിലും നടക്കുമ്പോഴത്തേക്ക് ഒരു 500 രൂപ 400 രൂപയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് ഞാൻ ഇൻഫ്ലുവൻസേഴ്സ് ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കത് വാങ്ങണമെന്നുണ്ടായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ മീഷോയിലൊക്കെ നോക്കി, പിന്നെ കിട്ടിയില്ല. അങ്ങനെ കുറേ തവണ നോക്കിയപ്പോഴത്തേക്ക് വെറുതെ ഒരു റാൻഡം സെർച്ചിൽ ഇങ്ങനെ കണ്ട ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോഴത്തേക്കും എന്തോ അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് ഓണത്തിനും എല്ലാത്തിനും എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് കേട്ടോ. ഈ ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണുമ്പോഴത്തേക്ക്. എന്തെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബോ എന്തൊക്കെയോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടായിരുന്നോ ഈ ഇയറിങ്സ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഇത് മുഴുവൻ സ്റ്റോൺസ് ആണ്. ഇത് പേളാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഹെവി എന്നല്ല, കാണുമ്പോഴത്തേക്ക് ഹെവി എന്ന് തോന്നുകയാണെങ്കിൽ ഇടുമ്പോഴത്തേക്ക് അങ്ങനെ ഹെവിയാണ് അങ്ങനെ തോന്നത്തൊന്നുമില്ല. ഇതിങ്ങനെ മൂവിങ് ആണ് കേട്ടോ. നമ്മുടെ ഇതിങ്ങനെ മൂവിങ് ആണ്. നല്ല ഭംഗിയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ കണ്ടതാണ് മീഷോയിൽ കണ്ടത്. അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് വെറും 200 ഉള്ളൂ. ഞാൻ വെറുതെ റേറ്റാണ് നോക്കി തന്നപ്പോഴത്തേക്ക് ഭയങ്കര ലാഭം തന്നെ കിട്ടിയതാണ് കേട്ടോ. ഇത് 200 ഓൺലി 200 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുമ്പോഴത്തേക്ക് ഇത്രയാണ്. നാളെയും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം അനുഗ്രഹവും എല്ലാം എനിക്ക് വേണം. അപ്പോൾ നാളെയും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നന്ദി. ഇനിയും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ടാവണം.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.